സംസ്ഥാനത്തെ രൂക്ഷ സാമ്പത്തിക പ്രതിസന്ധിയിൽ കെഎസ്ഇബിയിലും നിയന്ത്രണം. സബ്സ്റ്റേഷനുകളിലെ അറ്റകുറ്റപ്പണികളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ 1500 കിലോമീറ്റർ കടക്കാൻ പാടില്ലെന്ന് കർശന നിർദ്ദേശം. കൂടാതെ നിലവിലെ കരാർ വാഹനങ്ങളുടെ എണ്ണം വെട്ടിച്ചുരുക്കാനും വൈദ്യുതി വകുപ്പ് ബോർഡിന് നിർദ്ദേശം നൽകി. നിലവിൽ കെഎസ്ഇബി സബ്സ്റ്റേഷനുകൾക്കിടയിൽ അറ്റകുറ്റപ്പണികൾക്കായി ഓടുന്നത് ഭൂരിഭാഗവും കരാർ വാഹനങ്ങളാണ്. ഈ വാഹനങ്ങളുടെ എണ്ണം കുത്തനെ വെട്ടിക്കുറയ്ക്കും. അറ്റകുറ്റപ്പണികൾക്ക് പോകുന്ന വാഹനങ്ങൾ 1500 കിലോമീറ്റർ കൂടുതൽ ഓടരുതെന്നും ബോർഡിന് നിർദ്ദേശമുണ്ട്. നിലവിലെ വാഹനങ്ങളുടെ ഇന്ധന ചെലവ് വൈദ്യുതി വകുപ്പിന് ബാധ്യതയാണ്. ധനവകുപ്പിൽ നിന്നും കെഎസ്ഇബിക്ക് പണം ലഭിക്കാത്തതും പ്രധാന പ്രതിസന്ധിയായി മാറി. മൺസൂൺ കൂടി എത്തിയതോടെ വാഹനങ്ങളുടെയും ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ മാത്രമേ കെഎസ്ഇബിയുടെ പ്രവർത്തനങ്ങൾ പരാതിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. മഴ ശക്തമാകുന്നതോടെ കെഎസ്ഇബി ലൈനുകളുടെ അറ്റകുറ്റപ്പണികളും കൂടുതലാകും. ഇവിടെയെല്ലാം ഓടിയെത്താൻ വാഹനങ്ങൾ അത്യാവശ്യമാണെന്നിരിക്കെയാണ് വൈദ്യുതി വകുപ്പിന്റെ നിസ്സംഗത. കൂടാതെ കെഎസ്ഇബിക്ക് കീഴിൽ വരുന്ന ജലവൈദ്യുത പദ്ധതികളുടെ അറ്റകുറ്റപ്പണികളും മഴയ്ക്ക് മുന്നേ തീർക്കണം. ഇവയെല്ലാം പരിഹരിക്കാൻ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കെഎസ്ഇബി നേരിടുന്നത്. ജനം, തിരുവനന്തപുരം.